മുമ്പത്തെ നമ്മൾ വീഡിയോയിൽ നെല്ല് വിട്ടപ്പോൾ ബിയാലും നെല്ലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ചിരിച്ച് കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവന്മാരെ നിർത്താൻ വേണ്ടി നമ്മൾ മുണ്ടൊക്കെ നെറ്റിട്ടാണ് കളിച്ചത്. പക്ഷെ എനിക്ക് അത്ര ഇല്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നമുക്കപ്പോൾ ബിയാറിന് കളിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്താവും എന്ത് ചെയ്യുമെന്ന് എല്ലാം സെറ്റാണ്. നമുക്ക് നേരെ പോയാൽ മതി. അത് നമ്മൾ നേരെ ബിയർ റാങ്കിലോട്ടേക്ക് കുത്തിപ്പിടിച്ച് കയറിയേക്കാണ്. നമ്മൾ കുത്തിപ്പിടിച്ച് ഗ്ലൂവാളിട്ടപ്പോൾ പോലും വന്നില്ലായിരുന്നു. അതാണ് പറ്റിയത്. Free Fire India is set in a virtual. That certainly is no reason. Where's the food? The girls. സത്യം പറഞ്ഞൊരു ട്രിപ്പുണ്ട്. ഈ വഴി നമുക്ക് പോയാൽ പറ്റില്ല, ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. ഈ സാധനം നല്ലത് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഗണ്ണുമല്ലൊക്കെ സെറ്റാക്കി ഇത് മാത്രം ദൈവം ഒരു UMP കിട്ടി. കില്ല് ചെയ്യാൻ നോക്കിയതാണല്ലോ. അവൻ ഒറ്റയടിക്ക് വെട്ടിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വലിയ ഗൺ സെറ്റപ്പ് ഒന്നും കിട്ടില്ല. അതുകൊണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ചക്കനെ വീട്ടിയ വഴിക്കിട്ട് അടിച്ചു കൊല്ലായിരുന്നു. ഇതിലോട്ട് നമുക്ക് നേരെ താഴത്തോട്ട് ഈ ഗ്രാമത്തിലോട്ടേക്ക് പോകെങ്കിൽ അതാണ് ബെറ്റർ ഐ തിങ്ക്. നമ്മൾ എല്ലാം ഒന്ന് ഇറങ്ങണ ഏരിയയാണ് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു പന്നി എനിമീസ് പോലും കാണൂല എന്നും പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങുന്ന സ്ഥലമാണ് പോയി. ഓക്കെ, ഈ ഗണ്ണ് മാത്രമേ ദൈവമായി കിട്ടിയുള്ളൂ. ഇത് M10 അടിക്കുന്നു പറയാം. ഇത് എടുക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. എന്തെങ്കിലോട്ടെ ഏതോ ഒരുത്തം യൂസ് ചെയ്യാണ്ട് അപ്ഗ്രേഡ് ചെയ്ത ഇതാണ്. അപ്ഗ്രേഡ് ചെയ്യാനും മറന്നുപോയ ഒരുത്തനായിരുന്നു തോന്നുന്നത്. ഇനി ഇവിടെയുള്ള എല്ലാ സാധനവും എടുത്തിട്ടുണ്ടെങ്കിൽ നൈസിനങ്ങ് മുങ്ങി തീർക്കാം. അപ്പം നമ്മളങ്ങനെ എല്ലാ സാധനവും എടുക്കുവാണ്. ഇത് വേണ്ടേ ഇനി നമ്മൾ നേരെ താഴത്തോടെ പോവാ. ഓക്കെ, പോയിട്ട് ഓക്കെ പൂവാളിട്ട് പൊട്ടിക്കാനുള്ള സാധനം അത് വേണ്ട. വന്നിട്ട് ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മളിവിടുന്ന് ഹെൽത്തും കല്ലൊക്കെ കൂട്ടാന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഗീസ്. ഉണ്ട് 2 എക്സ്ട്രാ മെഡിക്കറ്റ് നമ്മളപ്പോൾ അതും കൂടി എടുത്തിട്ട് നൈസിന് നമ്മൾ ഇതും കല്ലും അപ്ഗ്രേഡും കല്ലും
ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പോയി ഈ വീട്ടിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ലേടെ, ഇവിടെ സ്കാർ മാത്രമേ ഉള്ളൂ. ഭാഗ്യം, ചെക്കനെ ഭാഗ്യം ഉണ്ടായിരുന്നു. കറക്റ്റ് ഗ്ലൂ വാൾ ഇട്ടതെങ്കിൽ തന്നെ ചാടി എമിട്ടാനടുത്ത് കുത്തി പിടിച്ചൊരു അടിയായിരുന്നു. പിന്നെ നമ്മളൊന്നും ഓർക്കണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ ഇച്ചിരി ബുള്ളറ്റ് ഉണ്ട്, നമ്മൾ അതും കൂടെ അങ്ങ് എടുത്തേക്കാം. എപ്പോഴാണ് ബുള്ളറ്റിന് വരുന്നതെന്ന് മനസ്സിലാവൂല. മുമ്പത്തെ വീട് കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്തിട്ട് കേട്ടോ, അപ്പോഴേ ബുള്ളറ്റിൻ്റെ പഞ്ഞ് മനസ്സിലാവുള്ളൂ. കറക്റ്റ് ആയിരുന്നു ഈ ഗ്ലൂ വാൾ ഇട്ട് കഴിഞ്ഞിട്ട് ഐറിസിൻ്റെ പവർ ഉണ്ടായിരുന്നു. കുത്തി പിടിച്ചടിച്ചിട്ട് ചെക്കനെ നോക്കി. ഇതേ അവൻ തന്നെയാണ് മുമ്പ് എനിക്കിട്ട് പണിയാൻ വേണ്ടി വന്നാൽ. എനിക്ക് 400% ഉറപ്പുണ്ട് അതിന്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് 70 ബുള്ളറ്റായി എംടേണിൻ്റെ. ലോ റേഞ്ച് ആണെങ്കിലും കുഴപ്പമില്ലായിരിക്കും ഗൈസ്. ഇതേ അതേ ആള് തന്നെയാണ് ഞാനിപ്പോൾ അവനെ കൊന്നിട്ടത്. കാരണം അല്ല, മുമ്പേ അവൻ എന്നെ കൊന്നിട്ടവൻ. അപ്പോൾ നമ്മൾ അവന് പിന്നെ തിരിച്ച് പണി കൊടുത്തില്ലെങ്കിൽ അവൻ മനസ്സിനൊരു സുഖം വേണം. കൂടി ഇത് നമ്മളല്ലേ, അല്ല നമ്മളാണെന്നാണ് തോന്നുന്നത്. യെസ് ഡേ, എനിക്ക് ഭയങ്കര ലക്കുണ്ട് തോന്നുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ആരെങ്കിലും ഇങ്ങോട്ടേക്ക് പോയോ? ഇല്ല ഗൈസ്, ഇപ്പോൾ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, എംടേണാണ് ഇരിക്കുന്നത്. കുത്തിപ്പിടിച്ചടിക്കാൻ ഒരു ഭംഗിയില്ലാത്ത ടീംസ് ഗണ്ണ് ബെസ്റ്റ്. ബുള്ളറ്റ്സ് എടുപ്പുണ്ട്, അപ്പോൾ ഇത്രയും ബുള്ളറ്റൊക്കെ മതി. കാരണം എംടേൺ അത്രയൊക്കെ മതി. ഇനി മറ്റേ ഈ P90 നോക്കി നടക്കണം. അതിനുകൊണ്ട് ഇനി ഞാൻ ഇവിടെ പോയി. പല ആൾക്കാർ പല പേരാണ് ഇതിനെ. ചിലവർ G90 എന്ന് പറഞ്ഞു, ചിലവർ P90 എന്ന് പറഞ്ഞു, ചിലവർ Q90 എന്ന് പറഞ്ഞു. ഒക്കെ ആടെ ഇവിടെ ഞാൻ എന്തായാലും ട്രിക്ക് ചെയ്യുന്നില്ല. പെട്ടെന്ന് എല്ലാം കൂടി കിട്ടും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു വരെയും കൂടി ഇതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മതി. പതുക്കെ പോ. ഇങ്ങോട്ടൊരു ധൃതി പിടിക്കണേ. ധൃതി. സോണ് സേഫ് സോൺ ഈസ് നൗ സ്പ്രിംഗ്. സോൺ, അയ്യോ സോൺ അടുത്തെത്താറായി. ഇവിടെ ഏതെങ്കിലും എനിമീസില്ല അവിടെ. അവൻ ആരും ഓടിച്ചിട്ട് എന്നിട്ട് സെംടനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ആരുമില്ല അച്ചി ബാബ ഈ സമയം കൊണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എടുക്കേണ്ട സാധനങ്ങളാണ്. ഓക്കെ, ടോപ്പപ്പ് ചെയ്യാൻ സമയമായി. സെംടൺ 2 എടുത്തു ഗൈസ്. പോടാ ഓടിപ്പോടാ. നമുക്ക് ചാവുന്നുള്ള ഒരു പേടിയില്ലേ? നമുക്ക് നൈസിന് വൈദ്യ കയറാം. മെഡിക്കറ്റ് അല്ലെങ്കിൽ ചാവും. എന്ത് ചെയ്യുന്നൂടാ? സോൺ വരുമെന്ന് വെളിയിൽ പറഞ്ഞപ്പോഴേ പഠിക്കണമായിരുന്നു. ഇല്ലെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമേ ഇല്ല.
2 കിലോ എടുത്തില്ലെങ്കിലും എന്താ, എന്തായാലും ബാക്കി 2 കിലോ എടുത്തില്ലേ. നമുക്ക് നൈസിന് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട്. ഓക്കെ, കൂടെ ബെൽറ്റിട്ടും കൂടെ അടിച്ചിട്ട് പോവാം. ഫോൺ നോക്കി അതിന് കാട്ടുവാഴ കൂടെ അടിച്ചു. കാട്ടുവാഴ മുട്ട കാട്ടുകൂട്ട് ബിആറാണെങ്കിൽ 11 ആൾക്കാരേ ഉള്ളൂ. കാരണം സോണിൽപ്പെട്ട് പല എണ്ണം ചത്തിട്ടുണ്ടാവും. കൂടുതലും പീക്കിലാണോ കാണുന്നത്, ക്ലോക്ക് ടവറിലാണോ കാണുന്നത്, ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേ. എന്നാലല്ലേ ഗൈസ് നമുക്ക് പൊരുത്താൻ പറ്റും. അതിൻ്റെ അടുത്തുള്ള എനിക്കൊന്ന് ഇതിനകത്തായിരിക്കും പല എനിമീസ് വിളിക്കും. ഐ ഗോട്ട് ഇറ്റ് ബ്രോ. ഇവിടെ സിമണേ ഓടി പോകാൻ കഴിച്ച് നമുക്ക് നൈസ്ലി ഏതാണ്ട് ഇതുമെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം ഫാസ്റ്റായിട്ട് 7 ആൾക്കാരായി. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അതേ പോണു ഒരുത്തൻ. ഏതാ കാട്ടുവാഴ? സൗണ്ട് കിട്ടി. ഇങ്ങോട്ടേക്ക് വണ്ടി വളയ്ക്കുമെന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. ബുള്ളറ്റിനൊരു പഞ്ഞും കാണാൻ പാടില്ല. ഓക്കെ, ഇച്ചിരി ബുള്ളറ്റ് കിട്ടി. നിറച്ച് ബുള്ളറ്റ് എടുത്തു. ഇവിടെ എവിടെയോ എനിമി കയറുന്നുണ്ട്. വാ, നിനക്കുള്ള കേണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ടോ? ഹെഡ് നോക്കി പൊളിച്ചിട്ടുണ്ട്. ഹെഡ് പൊളി. ഞാൻ ഹെഡ് നോക്കി ഒരെണ്ണം മാക്സിമം കൊടുത്തത് കൊണ്ട് തന്നെ ചെക്കൻ നൈസിന് ചത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് എനിമീസിനുള്ള സാധ്യത കൂടുതലടെ. വേറെ എങ്ങോട്ടും ഇതൊന്നും വരൂല. നമുക്കിവിടെ നോക്കി നിൽക്കാം. എനിമീസ് വന്നുണ്ടോ ഇല്ലയെന്ന്. വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാമില്ല. ഹെഡ് ഷോട്ടാണ്. നമ്മൾ ഹെഡ് ഷോട്ട് മുഴുവൻ കൊടുത്തിട്ട് ചെക്കനെ ഡൗൺ ആക്കി കില്ല് ചെയ്തു. ഇവിടെ ഓൾറെഡി എത്തുന്നതിന് മുമ്പ് ചത്ത് കിടക്കണമാണ്. കേസ് ഇപ്പോൾ നമുക്ക് പൂർണ്ണ നെറ്റും കൊണ്ടാണ് നമ്മൾക്ക് എല്ലാം നെറ്റ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചത്തടേശ് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇത്ര എത്താൻ പറ്റില്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.